ശ്രീകൃഷ്ണ ചൈതന്യൻ. ബംഗാളിലെ ചൈതന്യ മഹാപ്രഭു ചെറുപ്പകാലം മുതൽ ശ്രീകൃഷ്ണന്റെ ഒരു ഭക്തനായിരുന്നു. വലുതായപ്പോൾ അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരുണ്ടായി. കീർത്തനങ്ങൾ പാടി തെരുവുകളിലൂടെ നിത്യേന പോകുന്നത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. ജനങ്ങളിൽ കൃഷ്ണഭക്തി, രാധാകൃഷ്ണഭക്തി എന്നിവ വളർത്തലായിരുന്നു ജന്മോദ്ദേശം. അന്ന് അക്കാലത്ത് കൊള്ളകളും കൊലകളും നടത്തുന്ന പ്രസിദ്ധരായ 2 പേർ അവിടെ ഉണ്ടായിരുന്നു. അവർ ചൈതന്യനെ അപായപ്പെടുത്താനായി തീരുമാനിച്ചു. ഒരിക്കൽ കീർത്തനം പാടി വരുന്ന ചൈതന്യനെ വഴിയിൽ വച്ച് അവർ തടഞ്ഞു നിർത്തി. ശിരസിൽ ആയുധം കൊണ്ട് പ്രഹരിച്ചു. മഹാപ്രഭുവിന്റെ ശിരസിൽ കൂടി രക്തം വാർന്നൊഴുകി. എന്നാൽ കൃഷ്ണഭക്തിയിൽ ലയിച്ചിരുന്ന ചൈതന്യൻ രാധേശ്യാം രാധേശ്യാം പാടിക്കൊണ്ടിരുന്നു. ഈ രംഗം മുഠാളന്മാരിൽ ഒരു പരിവർത്തനം തന്നെ ഉണ്ടാക്കി. അല്പം കഴിഞ്ഞ് ശ്രീകൃഷ്ണ ചൈതന്യന്റെ കാൽക്കൽ വീണ് മാപ്പിരുന്നു. അന്നു മുതൽ അധാർമിക കർമ്മങ്ങൾ ഉപേക്ഷിച്ച് 2 പേരും കൃഷ്ണഭക്തരായി തീർന്നു.